ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു, എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, നാളെ എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഇന്ന് തന്നെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. നാളെ ഒരു 8 o'clock ആകുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങണം, എന്നാലുള്ളൂ 8:30 ആകുമ്പോഴത്തേന് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് മോർണിംഗിൽ ലഞ്ചിനുള്ളതും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ ചെയ്യാൻ ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്ത് വെക്കുകയാണ്. ഇതിങ്ങനെ എടുത്ത് വെച്ചപ്പോഴാണ് ഇന്നാ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വീഡിയോ ഓൺ ആക്കിയത് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ സംസാരം കേട്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ ഈ ടോട്ടോ എന്നുള്ളത് ഒഴിവാക്കാൻ. പക്ഷെ അതെനിക്കൊരു ഫ്ലോയിൽ അങ്ങനെ വരുന്നതാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഒഴിവാക്കാൻ. പിന്നെ നിങ്ങളൊക്കെ ഇതുപോലെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കുന്ന ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും ഓയിലൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? അതായത് സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിലൊന്ന് പറയണേ. അങ്ങനെ കുറേ ടൈം ഞാനിത് അവിടെ നിന്നുകാണ്ട് ഇങ്ങനെ തൊലിച്ചിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ പോയി ഇരുന്ന് തൊലിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ന്യൂസ് കാണുക കേട്ടോ ഫോണിൽ. അപ്പോൾ ഞാൻ ഇപ്പാനോട് സംസാരിച്ചിട്ട് ഇങ്ങനെ തൊലിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് പേസ്റ്റ് ആക്കി എടുക്കാം. അങ്ങനെ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഞാനിതാ മിക്സിയുടെ ജാറൊക്കെ എടുത്ത് വന്നപ്പോഴാണ് കറണ്ട് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു. കറണ്ട് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ വെച്ച് പോയിട്ടോ. അപ്പോഴാണ് ഞാൻ അരി ഉഴുന്ന് വെള്ളത്തിലിട്ടാലോ എന്ന് വിചാരിച്ചത് കേട്ടോ. അതാകുമ്പോൾ നമുക്കിത് രാവിലെ നേരത്തെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ. അങ്ങനെ അതും വെള്ളത്തിലിട്ട് ഞാൻ പിന്നെ കിച്ചണിൽ നിന്ന് പോയിട്ടോ. ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഇത് മാവാക്കിയാൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കുറച്ച് അധികം എടുത്തു കേട്ടോ. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി നിൽക്കുമ്പോഴാണ് ഞാൻ 2 അപ്പം കണ്ടത് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ട്, ഇഷുമോക്ക് സ്കൂൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതും കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ റൂമിൽ ഇങ്ങനെ റിലാക്സ് ആയിരിക്കുന്ന ടൈമിലാണ് കിച്ചണിൽ നിന്ന് ഈ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഉമ്മ ഈ ഒരു അമ്മിക്കല്ലിലിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കണത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ബീഫ് കറിയാണ്. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞിനി ബീഫ് കറി ഉണ്ടാക്കുന്ന ടൈമിൽ എന്നെ വിളിക്കണം, എനിക്ക് വീഡിയോ എടുക്കാനാണ് എന്ന് പറഞ്ഞിനി കേട്ടോ. അപ്പം എന്നെ വിളിച്ച് ഞാൻ എത്തിയപ്പോഴത്തേനും ഉമ്മ നമ്മുടെ മസാലകൾ ബോട്ടിലും കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ ബീഫ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്മ എന്ന് പറയുന്നത് എൻ്റെ മദർ ഇൻ ലോ ആണ്. ഉമ്മ ഒരു ബീഫ് സ്പെഷ്യലിസ്റ്റാണ്. ഇവിടെ ഇമ്മ തന്നെയാണ് ബീഫ് വരട്ടും ബീഫ് കറിയും ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറ്. ഞാൻ ഫുള്ള് ചിക്കൻ കൊണ്ടാണ് കൈകാര്യം ചെയ്യാറ്. അപ്പോൾ ഉമ്മ ചെറിയുള്ളി ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, അതൊക്കെ ഇട്ട് മിക്സ് ആക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ 5 പേരാണുള്ളത്. ഞാൻ, മോള്, ഹസ്ബൻഡ്, പിന്നെ ഉമ്മ ഉപ്പ. അപ്പോൾ ഉമ്മയാണ് കിച്ചണിൽ കൂടുതലും കൈകാര്യം ചെയ്യാറ്. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെയാണ് ഉണ്ടാക്കാറ്. ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും എന്നല്ലാതെ ഡെയിലി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇമ്മ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും കുറച്ച് ടൈം മിക്സ് ചെയ്യാനൊക്കെ കൂടിയിട്ടോ. എനിക്കിതിൻ്റെ ഫുൾ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ആ ടൈമിൽ ഫോണിക്ക് അർജൻറ്റായിട്ടുള്ളൊരു കോളൊക്കെ വന്നു. അപ്പോൾ പിന്നെ എനിക്ക് അധികം ഈ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് പാർട്ടൊക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് ഒന്ന് സെറ്റായി വരുന്ന ടൈമിൽ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം മുളകും പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ബീഫ് കറി ആയതുകൊണ്ട് തന്നെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. നല്ലോണം അങ്ങോട്ട് ആവണം എന്നൊന്നുമില്ല, അപ്പോൾ അതിനൊരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന നമ്മൾ മസാലക്കുപ്പികളും ഇതൊക്കെ ഇമ്മ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇമ്മൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് എന്നെ വിളിക്കണത്. ഇമ്മ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുക്കിങ്ങാണ്ട് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കൽ തുടങ്ങിയതാണേ.
അങ്ങനെ ദാ നമ്മൾ ബീഫ് കറി ഇവിടെ ഓൾമോസ്റ്റ് മസാലയൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പം ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുറേ ടൈം വേവിച്ചാണ് കേട്ടോ. അങ്ങനെ ബീഫ് കറിയൊക്കെ ചട്ടിയിലായപ്പോത്തിന് ഇതാ ഇമ്മ എടുത്ത കുപ്പികളും സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഞാനും ഉമ്മയും എൻ്റെ നാത്തൂൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. നാത്തൂനെന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ ഒരേ ഒരു മകളാണേ. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അതാണ് ക്യാഷ്വലായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലെത്തി. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കണതാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോഴാണ് ഇവർക്ക് കുറച്ച് സ്ഥലമുണ്ട് കുറച്ച് ദൂരെ. അപ്പം ഞങ്ങൾ എന്നാൽ വിചാരിച്ചു എന്നാൽ അങ്ങോട്ട് പോവാം, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ കൂടിയിട്ട് ഓരോ സ്ഥലം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ കൂടെ ഒക്കെ പോണത്. അപ്പോൾ ഉമ്മ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. ഇവിടേക്ക് അങ്ങനെ വണ്ടികളൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പകുതി വഴി വെച്ച് ഞങ്ങൾ നടന്നു പോന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലൊരു പുഴയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പുഴയൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോരുകയാണ്. ഇത് പോണത് നാത്തൂൻ്റെ മോളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും ഓരോന്ന് സംസാരിച്ചൊക്കെ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുക അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഈ വാഴത്തോട്ടം കണ്ടപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ ജാതിക്കത്തോട്ടല്ലേ, ജാതിക്കത്തോട്ടം പറഞ്ഞൊരു ഫിലിം, ആ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ വാഴത്തോട്ടം കണ്ടപ്പോൾ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വാഴത്തോട്ടത്തുനിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാത്തോടത്തുനിന്നും ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ദാ ഇവിടേക്കാണ് കേട്ടോ ഞങ്ങൾ വന്നിരുന്നത്. ഇത് ഇവരുടെ പഴയൊരു തറവാട് വീടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് അടക്കയും തേങ്ങയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ കമ്പനിയായി വന്നതാണ്. ഇത് കുറേ വർഷം മുന്നുള്ളൊരു വീടാണ്. ഇവിടെ ഇപ്പോൾ ഉപയോഗവും കാര്യങ്ങളൊന്നുമില്ല. ഇത് അവരുടെ ഒരു കുട്ടിക്കാലത്തൊരു ഓർമ്മക്കായിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേന് ഈവനിങ് ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മൾ കറണ്ട് വന്നതിനും അപ്പോൾ പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് ഉഴുന്നും അരിയൊക്കെ ഇങ്ങനെ ആട്ടുകയാണേ. അങ്ങനെ ഇതാ നമ്മളെല്ലാ പണികളും തീർന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 പാത്രത്തിൽ എടുത്ത് വെച്ചത് നമുക്ക് പിന്നെ ഉപയോഗിച്ചാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. മറ്റ് സ്റ്റീൽ പാത്രത്തിലാണ് നമ്മൾക്ക് നാളക്കത്തിന് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഇതെന്നാൽ ഫ്രിഡ്ജൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതങ്ങനെ ഫ്രിഡ്ജൊക്കെ വെക്കുകയാണ്. ഇതിലൊന്ന് പാലപ്പത്തിനുള്ളതും ഒന്ന് നമ്മൾ ഉഴുന്നുദോശൻ്റെ മാവുമാണേ. പിന്നെ നമ്മൾ നേരത്തെ തൊലിച്ച് വെച്ച ഇഞ്ചി ഗാർലിക് അതും ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തേന് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് മൂന്നും ഞാനങ്ങനെ ഫ്രിഡ്ജിക്ക് വെച്ചു. നിങ്ങൾ ഇതുപോലെ 2 ദിവസത്തിനുള്ള മാവൊക്കെ അരച്ച് വെക്കാറുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈമാട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ദാ ഇന്നത്തെ നമ്മൾ ഓൾമോസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ടൈം നൈറ്റിൽ 7 മണിയാണ് കേട്ടോ. ഇനി എൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്യണം, പിന്നെ ഉറങ്ങണം. അതാണ് കേട്ടോ പരിപാടി. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.